ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മി സർക്കിളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനില്ലേ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു കഥയാണ് കേട്ടോ. മോഷണം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, മോഷണം. കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ചത് നിങ്ങൾക്കറിയാം അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടഭക്ഷണമായിരുന്നു. അതുകൊണ്ടാണ് അത് മോഷണം നടത്തുന്നത് അല്ലേ? പക്ഷേ അതുപോലെ ഒരു വ്യത്യസ്തമായ കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്, മോഷണത്തെ പറ്റി. നമ്മുടേതല്ലാത്ത ഒരു സാധനങ്ങളും നമ്മൾ എടുക്കാനേ പാടില്ല, നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. മറ്റുള്ളവരുടെ സാധനങ്ങൾ, മറ്റുള്ളവരുടെ വസ്തുക്കൾ, മറ്റുള്ളവരുടെ പൈസയായാലും മുതലായാലും ഒരിക്കൽ പോലും നമ്മൾ ആഗ്രഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്, അവരുടെ അനുവാദത്തോടല്ലാതെ. കാര്യം, മറ്റുള്ളവരുടെ സമ്പാദ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഉപയോഗത്തിലാകില്ല, അത് നമുക്ക് ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിൻ്റെ ഇരട്ടി ഫലം നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ നമുക്കുള്ളതല്ലാത്ത ഒരു സാധനം ആഗ്രഹിക്കുകയും എടുക്കുകയും ചെയ്യരുത്. ചില ആൾക്കാരുണ്ട്, അവർക്ക് അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു തൊഴിലാണ് മറ്റുള്ളവരുടെ മുതലെടുക്കുക എന്നുള്ളത്. തേങ്ങ ആവാം, ചക്കയാവാം, മറ്റുള്ള വെജിറ്റബിൾസ് ആവാം, അല്ലെങ്കിൽ വാഴക്കുലകളാവാം, പൈസയാവാം, ഡ്രസ്സാവാം, പാത്രങ്ങളാവാം, എന്ത് തന്നെ ആയാലും അവർക്ക് മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുത്താൽ മാത്രമേ ഒരു മനസ്സമാധാനം ഉണ്ടാകത്തുള്ളൂ. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ചെയ്യും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഓരോരുത്തർക്ക് ചെയ്താലുള്ള അവസ്ഥയും ഓരോരുത്തർ ചെയ്തിട്ടുള്ളതും എനിക്ക് കുറച്ച് അറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഇത് ഷെയർ ചെയ്യുന്നതാണ്, ആരെയും വ്രണപ്പെടുത്താനല്ല. നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, ഈവൻ ഞാൻ ചെയ്താലും ശരിയാണ്, ഞാനും ചെയ്യാൻ പാടുള്ളതല്ല അതൊന്നും. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അച്ഛനും അമ്മയും വാങ്ങുന്ന സാധനങ്ങളല്ലാതെ കുട്ടികൾ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ പാടുള്ളതല്ല. അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദത്തോടു കൂടി മാത്രമേ അത് സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കാര്യം, എനിക്കറിയാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു ഫാമിലിയിലെ അംഗമാണ്. ആ വീട്ടിൽ 8 അംഗങ്ങളുണ്ട്. അതിൽ ഒരാൾ മോഷണത്തിന് അടിമയായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം, അവർക്ക് നല്ല സാമ്പത്തികമുണ്ട്, ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും ജോലിയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സ്ഥിരം മോഷണമായിരുന്നു. ഇത് കാരണം അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ജോലിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ആ ആളുടെ അവസ്ഥ എന്താകും? അതുകൊണ്ട് മറ്റുള്ളവരുടെ സാധനങ്ങൾ ആഗ്രഹിക്കുകയോ അത് എടുക്കുകയോ ചെയ്യുന്നത് വളരെ കുറ്റകരമാണ്. അപ്പോൾ അതിൻ്റെ ശരിയും തെറ്റും നമ്മൾക്ക് ബോധ്യമുള്ളതായിരിക്കണം. ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമായിരുന്നു കാണും. കാര്യം, അയാൾ എവിടെ പോയാലും, ആരുടെ വീട്ടിൽ പോയാലും, ഏതൊരു സ്ഥാപനത്തിൽ പോയാലും അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടേ അയാൾ പുറത്തു പോവുള്ളൂ. ഇത് വർഷങ്ങളോളം ഇങ്ങനെ തുടർന്നപ്പോൾ അയാളെ കള്ളനെന്ന് വിളിക്കുകയും ആരും അദ്ദേഹത്തെ അടുപ്പിക്കാതാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അന്ത്യം തന്നെ വളരെ ദയനീയമായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ആരും പോകാതിരിക്കുക. കാര്യം, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമ്പത്തും ഓഹരിയും പൈസയും ഉള്ള കുടുംബത്തിലെ അംഗമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ ആരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല അന്നത്തെ കാലത്ത്. പക്ഷേ ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? മോഷണം സാമ്പത്തികമായിട്ട് എല്ലാം ഉള്ളവരുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. കാര്യം, അതൊരു അസുഖത്തിൻ്റെ തുടക്കമാവാം. അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അതും വെച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. Thank you for watching and see you soon with another vlog. Till then, bye for now.